മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീൻ പുറപ്പെടുവിച്ച വിധി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത് മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും അപകീർത്തി കേസുകളിൽ കുടുക്കിയാൽ ഒരു ആൾക്കൂട്ട ജനാധിപത്യത്തിലേക്ക് നമ്മുടെ സംവിധാനം മാറുമെന്നാണ്. അറിയാനും അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് മാധ്യമ പ്രവർത്തകർ വസ്തുനിഷ്ഠമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈക്കോടതി ഉൾപ്പെടെ കോടതികളിൽ അസംഖ്യം അപകീർത്തി കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കും. മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ നിലവിൽ വരുന്നത് ഒരു ആൾക്കൂട്ട ജനാധിപത്യമാണ്. അത്തരമൊരു ആൾക്കൂട്ട ജനാധിപത്യത്തിലേക്ക് കേരളം പോകാതിരിക്കണമെങ്കിൽ, രാജ്യം പോകാതിരിക്കണമെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക തന്നെ വേണം. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ കാമ്പൗണ്ടിനകത്തേക്ക് മാലിന്യം തള്ളിയതിനെക്കുറിച്ച് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത അത് മാനനഷ്ടത്തിനിടയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. ആ കേസ് ആലുവ മജിസ്ട്രേറ്റ് കോടതി ഗൗരവമായി എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനെതിരെയാണ് മനോരമ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹൈക്കോടതി ജസ്റ്റിസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധി വർഷങ്ങളായി ഉള്ള കോടതിയലക്ഷ്യ കേസുകളും അപകീർത്തി കേസുകളും മാധ്യമ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ആശങ്കയ്ക്ക് മറുപടിയാണ്. കാരണം അപകീർത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു വക്കീലും, അതായത് പണ്ട് കാലത്ത് പറയുന്നത് പോലെ മള്ളൂരും 1000 രൂപയും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ എന്ന അവസ്ഥയാണ്. നല്ലൊരു അഭിഭാഷകൻ കയ്യിലുണ്ടെങ്കിൽ ആർക്കും അപകീർത്തി കേസ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിഷേധിക്കപ്പെടുന്നത് സത്യം ജനങ്ങളെ അറിയിക്കാനുള്ള മാധ്യമപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യവും സത്യം അറിയാനുള്ള പൗരൻ്റെ അവകാശവും ഒരേ സമയം നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞത് ഈ അപകീർത്തി കേസുകൾ മുന്നിൽ വരുമ്പോൾ ജില്ലാ കോടതികളായാലും മജിസ്ട്രേറ്റ് കോടതികളായാലും വളരെ ജാഗ്രതയോടെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ കേസെടുക്കാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി അതല്ല. ഏതെങ്കിലും ഒരു വക്കീലിനെ, കേസില്ലാ വക്കീലായാലും കുഴപ്പമില്ല, കോടതിയെ സമീപിച്ചാൽ അപ്പോൾ തന്നെ കേസെടുക്കുന്നു. വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകനും സ്ഥാപനത്തിനും സമൻസ് അയക്കുന്നു. അവർ ജാമ്യമെടുക്കേണ്ട അവസ്ഥ, അത് ക്രിമിനൽ കേസായും സിവിൽ കേസായും വേണമെങ്കിൽ കൊടുക്കാം. കാരണം സിവിൽ കേസായാൽ കോടതിയിൽ വിചാരണ നേരിട്ടാൽ മതി. ക്രിമിനൽ കേസാകുമ്പോൾ ഉറപ്പായും ജാമ്യം എടുക്കണം. അങ്ങനെ എത്രയോ അപകീർത്തി കേസുകളിൽ സത്യസന്ധമായ വാർത്ത എഴുതിയതിൻ്റെ പേരിൽ ഇതുപോലെ ജാമ്യം എടുക്കേണ്ട ഗതികേടിൽ എത്തിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിധി വളരെ ആശ്വാസകരമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒന്നുകൂടി ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാവണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ സമയം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യതയിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ഹൈക്കോടതി വിധി.